അമ്മ എല്ലാം മറന്നോ? മോളെ, അമ്മ ഒന്നും മറന്നിട്ടില്ല. എന്റെ അക്കി എന്റെ അടുത്തെത്താൻ ഇതേ ഒരു വഴിയുള്ളൂ. അതാ എന്റെ അക്കി എങ്ങനെയെങ്കിലും എന്റെ അടുത്ത് എത്തിക്കോട്ടെ. പിന്നെ അവൻ തിരിച്ചു പോകാത്ത കാര്യം ഞാൻ ഏറ്റു. പിന്നെ ആനന്ദേട്ടനും ആർക്കും സംശയം തോന്നാതെ ആ ശ്യാമയ്ക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സമ്മാനം കൊടുക്കാൻ പറ്റുമെന്ന് നീ ഒന്ന് ആലോചിക്കും. ഇപ്പോഴെനിക്ക് ശ്വാസം നേരെ വീണത്. എടി ശ്യാമേ, നീങ്ങ് വാ, വച്ചിട്ടുണ്ട് ഞാൻ. സർ, അച്ഛൻ വന്നു. അച്ഛാ, വാ അച്ഛാ. ഞാൻ ആദ്യം തന്നെ വന്ന കാര്യം പറയാം. എന്താ വിശേഷിച്ച്? എല്ലാ വർഷവും എൻ്റെ ഭാര്യയും മക്കളും നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ആഘോഷിക്കുന്ന എൻ്റെ ബർത്ത്ഡേ അതുപോലെ ഈ വർഷവും ആഘോഷിക്കുകയാണ്. ഫംഗ്ഷനെല്ലാം പതിവ് പോലെ നമ്മുടെ വീട്ടിൽ വെച്ച്. നിങ്ങൾ രണ്ടാളും കൂടെ ഉണ്ടെങ്കിൽ ആഘോഷം പൂർണ്ണമാവും, എനിക്ക് സന്തോഷമാവും. അപ്പോ ഞാൻ തന്നെ നേരിട്ട് രണ്ടാളും ക്ഷണിക്കുക. അച്ഛൻ്റെ ബർത്ത്ഡേയിൽ പങ്കെടുക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ അത് ആ വീട്ടിൽ വെച്ച് അവിടെ ഞാനും ശ്യാമി ഇനി കാല് കുത്തില്ല. മറ്റേതെങ്കിലും ഹോട്ടലിലോ ഓഡിറ്റോറിയത്തിലോ വെച്ച് ബർത്ത്ഡേ ആഘോഷിക്കാം. എങ്കിൽ ഞാനും ശ്യാമി ഉറപ്പായിട്ട് പങ്കെടുക്കാം. നമ്മുടെ വീട്ടിൽ വെച്ച് എൻ്റെ മക്കളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ വെച്ച് ആ ആഘോഷം വേണമെന്ന എൻ്റെ ആഗ്രഹം. അന്ന് ആ വീട്ടിൽ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വന്നപ്പോൾ ഞങ്ങൾക്കുണ്ടായ അനുഭവം ഇതുവരെ ഞങ്ങൾ മറന്നിട്ടില്ല. ശരിയാ, അതെനിക്കറിയാം. എനിക്കതിൽ നല്ല വിഷമമുണ്ട്. ആ സമയത്ത് ഒരു സ്ട്രോങ് ആയ നിലപാട് ഞാനും എടുത്തില്ല. ഞാൻ അച്ഛനെ കുറ്റപ്പെടുത്തിയതല്ല. അമ്മ അന്ന് കാണിച്ച ആ പെർഫോമൻസ് അത് സഹിക്കാവുന്നതിൽ അപ്പുറം അച്ഛാ. അതുമാത്രമല്ല, മുൻപും ആ വീട്ടിൽ പല കാര്യങ്ങളും കണ്ടില്ല എന്നടിച്ച് ഞാൻ കണ്ണടച്ചിട്ടുണ്ട്. അതാരെയും ഭയന്നിട്ടൊന്നുമല്ല, കുടുംബത്തിൻ്റെ ഭദ്രത ഓർത്ത. പണ്ടുള്ളവർ പറയാറില്ലേ, ഒരു കൈ കൊട്ടിയാൽ ശബ്ദം കേൾക്കില്ല, രണ്ട് കൈയും കൊട്ടിയാലേ ശബ്ദം കേൾക്കത്തുള്ളൂ എന്ന്. കുറച്ച് ക്ഷമിക്കാനും പൊറുക്കാനും ഞാൻ ശ്രമിച്ചു. പക്ഷേ ഇനിയത് പറ്റില്ല. കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയിലായി തുടങ്ങി. അരുണിന്റെ അശ്വതിയുടെയും കാര്യം ഞാൻ അറിയാൻ വൈകി. നിങ്ങൾ രണ്ടാളും അത് അറിഞ്ഞിട്ട് പോലും എന്നിൽ നിന്ന് മറച്ചു വെച്ചു. അച്ഛാ, അത് വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയിട്ടാണ്. എന്നിട്ടോ ആദിത്യനും വസുവും കൂടി ആ പ്രശ്നം ഇത്രയും വഷളാക്കി. ഇനിയിപ്പോ എന്താ നമ്മൾ ചെയ്യുക? ഒരു വശത്ത് അശ്വതിയും അരുണിന്റെ കുഞ്ഞ്, മറുവശത്തും അവന്റെ ഭാര്യയായ ഐശ്വര്യയും. ഇപ്പൊ ഒന്നും പരിഹരിക്കാൻ പറ്റാത്ത അവസ്ഥയായില്ലേ? ഇനി എന്തിന്റെ പേരിലായാലും ശരി,
ഇങ്ങനെയുള്ള വസുവിന്റെ നിർബന്ധ ബുദ്ധിയൊന്നും ഞാൻ വകവച്ചു കൊടുക്കുന്ന പ്രശ്നമില്ല. കുടുംബനാഥൻ എന്ന നിലയിൽ പ്രശ്നങ്ങൾ അപ്പം ഞാൻ പരിഹരിക്കും. ഇപ്പോ ഈ ബർത്ത്ഡേ പാർട്ടിക്കും നിങ്ങൾ എങ്ങനെയെങ്കിലും പങ്കെടുപ്പിക്കണമെന്ന് വസു തന്നെ എന്നോട് പറഞ്ഞത്. ഐശ്വര്യ നന്നായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഐശ്വര്യയും വസുവും ഒന്നിച്ച് നിർബന്ധിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടാവും. അത് മനസ്സിലാക്കി തന്നെയാ ഞാൻ നിങ്ങളെ ഇവിടെ ഒന്ന് ക്ഷണിക്കുന്നത്. ഇനി അങ്ങനെ ശ്യാമയെ വിഷമിപ്പിക്കാൻ അവൾ എന്ത് തന്നെ പ്ലാൻ ചെയ്താലും ഞാൻ കണ്ടുപിടിക്കും. ഇനി ശ്യാമയ്ക്കും നിനക്കും നമ്മുടെ വീട്ടിൽ നിന്ന് അപമാനം സഹിച്ച് ഇറങ്ങേണ്ടി വരില്ല. അത് ഞാൻ ഉറപ്പ് വരുന്നു. പിന്നെ എനിക്ക് എൻ്റെ മക്കളെല്ലാവരും കൂടി ഒരുമിച്ച് സന്തോഷമായി അങ്ങനെ ഒരു ആഘോഷം മതി. എൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് നിങ്ങൾ രണ്ടാളും ഉണ്ടാവണം. അതാണ് എൻ്റെ അഖിയും ശ്യാമയും ഈ അച്ഛന് തരുന്ന ബർത്ത്ഡേ ഗിഫ്റ്റ്. അച്ഛാ, ഞങ്ങൾ വരാം. ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. അച്ഛനെ വിഷമിപ്പിക്കരുത്. നമുക്ക് ഫംഗ്ഷന് പോവാം. സാരമില്ല, അമ്മ എന്നെ എന്ത് വേണേലും പറഞ്ഞോട്ടെ. നമ്മുടെ അച്ഛന് വേണ്ടിയല്ലേ, ഞാൻ സഹിച്ചോളാം. നീ എൻ്റെ മരുമകളല്ല, മോളാണ്. എൻ്റെ സ്വന്തം മോള്. അച്ഛൻ സന്തോഷമായിട്ട് പോയിക്കോളൂ. ഞാനും ശ്യാമയും ഫംഗ്ഷൻ ഉണ്ടാവും. ഞാൻ വിഷമത്തോടെ ആശങ്കയോടെ നിങ്ങളുടെ അടുത്തോട്ട് വന്നത്. ഇപ്പോ നിറഞ്ഞ മനസ്സോടെ തിരിച്ചു പോകുന്നത്. അപ്പോ ഞാൻ ഇറങ്ങട്ടെ. ശരി. ഞാൻ കാത്തിരിക്കായിരുന്നു രണ്ടാളെ. ആനന്ദേട്ടന്റെ ബർത്ത്ഡേ ഗംഭീരമായി ആഘോഷിക്കണമെന്നാ ഞങ്ങളുടെ എല്ലാം തീരുമാനം. അപ്പോ ആഘോഷങ്ങള് ഗംഭീരമാകണമെങ്കിൽ ഉറപ്പായും വിസ്മയുടെ പാട്ടുണ്ടാവണം. അതേക്കുറിച്ച് സംസാരിക്കാനാ കാണണമെന്ന് പറഞ്ഞ്. എന്താ വിസ്മയ്ക്ക് പാടാൻ പ്രശ്നമൊന്നുമില്ലല്ലോ? ഏയ്, സന്തോഷേ ഉള്ളൂ. മമ്മി, ഒരു മിനിറ്റ്. ഞങ്ങളൊന്ന് സംസാരിച്ചോട്ടെ. ഓ ആയിക്കോട്ടെ. മമ്മി, ഇത് ട്രാപ്പാണെന്നാ തോന്നുന്നത്. അവർക്ക് ഞാനല്ല പാടുന്നെന്നുള്ള സത്യം അറിയാം. ഇത് നമ്മളെ വിളിച്ചു വരുത്തി അപമാനിക്കാനുള്ള പ്ലാൻ ആണോന്ന് എനിക്ക് സംശയമുണ്ട്. ഏയ്, ഇത് വസുന്ധരയല്ലേ വിളിക്കുന്നത്. ഇവർക്ക് ശ്യാമ ഇഷ്ടമല്ല. അതുകൊണ്ട് അങ്ങനെ വരാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ വാ, നമുക്ക് നോക്കാം. അല്ല, ഇനി തുടർന്ന് കുറേ ദിവസം മോൾക്ക് പ്രോഗ്രാംസ് ഉണ്ടേ. പാടി പാടി മടുത്തിരിക്കുക. അതിനിടയ്ക്ക് ഈ പാട്ടും കൂടി എങ്ങനെയാന്ന് ചർച്ച ചെയ്തതാ. അഡ്വാൻസാ. അയ്യോ, നമ്മൾ തമ്മിൽ ഇതിന്റെ ആവശ്യമുണ്ടോ? വേണം, അത് വേണം. ഇതാ വാങ്ങിക്കോ മോളെ. ആന്റി നിർബന്ധിക്കല്ലേ, മേടിച്ചോ.
അപ്പോ ആനന്ദേട്ടന്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ വിസ്മയുടെ പാട്ടുമായിട്ട് വൻ ആഘോഷത്തോടെ നമ്മൾ ഗംഭീരമാക്കുന്നു. മമ്മി, പ്രോഗ്രാം എങ്ങനെ നടക്കാനാ? എങ്ങനെ പാടാനാ? ഇനി നമ്മളെ ശ്യാമ എന്ത് പറഞ്ഞാ സമ്മതിപ്പിക്കണ്ടേ? ഇനി എങ്ങനെ സമ്മതിപ്പിക്കാന്ന് വെച്ചാ അതും ആ ആനന്ദ് വർമ്മയുടെ ബർത്ത്ഡേ ഫംഗ്ഷനാ. ഉറപ്പായും അഖിലും അവിടെ കാണും. അപ്പൊ യാതൊരു കാരണവശാലും നമ്മുടെ ഒരു ട്രിക്കും അവിടെ നടക്കില്ല. വാക്കും പറഞ്ഞു, അഡ്വാൻസും മേടിച്ചു. നമ്മൾ ഇനി എന്ത് ചെയ്യും മമ്മി? എന്താ നീ ഈ പാട്ടു പ്രോഗ്രാം മതിയാക്കിയോ? ഇല്ലല്ലോ. അപ്പം വർമ്മയുടെ വീടെന്നല്ല മറ്റെവിടെയായിരുന്നാലും ഇതും ഇതിനപ്പുറവും പ്രശ്നങ്ങൾ വരും. അതെല്ലാം തരണം ചെയ്ത് വരുമ്പോഴാണ് വിജയമുണ്ടാവുന്നത്. എന്തായാലും ഇതിനേക്കാളും വലിയ പ്രതിസന്ധികൾ നമ്മൾ ഫേസ് ചെയ്തിട്ടില്ലേ? അപ്പൊ ഇതും നടക്കും. ഇവിടെ നമ്മള് തോറ്റ് പിന്മാറിയിട്ട് കാര്യമില്ല. അതിനർത്ഥം നിന്റെ മ്യൂസിക് കരിയർ ഇവിടെ അവസാനിച്ചെന്നാ. അവിടെ എങ്ങനെയാ, ഏത് രീതിയിലാ പാടേണ്ടത്, അതിന്റെ അറേഞ്ച്മെന്റ്സ് എങ്ങനെയാ, അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. നീ ചെന്ന് ഏത് വിധേനയും ശ്യാമയെ പറഞ്ഞ് സമ്മതിപ്പിക്കേ. അല്ല, അതിന് സമ്മതം അല്ലെങ്കിൽ വിസ്മയ എന്ന ഗായിക ഇന്നു മുതൽ ഇല്ലാണ്ടാവാൻ പോവാ. പണം, ആരാധകർ, പേര്, പ്രശസ്തി എല്ലാം ഒറ്റയടിക്ക് അവസാനിക്കാൻ പോവാ. എന്ത് തീരുമാനിച്ചു? മമ്മി പറഞ്ഞത് ശരിയാ. ഞാൻ ശ്രമിക്കാം. മമ്മിയെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ ഇപ്പൊ തന്നെ പോയി ശ്യാമയെ കാണാം. ശ്രമിച്ചാ പോരാ, ശ്യാമ സമ്മതിക്കണം. നീ സമ്മതിപ്പിക്കണം. ഏറ്റു മമ്മി. അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്, പോകേണ്ടത് തന്നെയാ. പക്ഷേ അമ്മ ഇനിയും വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്ന എൻ്റെ പേടി. അതുറപ്പല്ലേ? അപ്പോ മുൻകൂട്ടി അങ്ങനൊരു നീക്കം പ്രതീക്ഷിച്ച് പോകുമ്പോ പ്രശ്നമില്ലല്ലോ. അമ്മ എന്ത് വേണേലും പറഞ്ഞോട്ടെ, അച്ഛൻ പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ പറ്റില്ല. ഫംഗ്ഷന് നമുക്ക് പോകണം. അത് അച്ഛനാണെന്ന് തോന്നുന്നു. അച്ഛൻ കുറച്ചു മുമ്പ് വന്നിട്ട് പോയതല്ലേ, പിന്നെന്താ ഇത്ര പെട്ടെന്ന് പിന്നെയും? എന്താ വീണ്ടും വന്നത്? ഞാനിപ്പോഴേ ഒരു കാര്യം അറിഞ്ഞു. അത് ഫോൺ വിളിച്ച് പറഞ്ഞാൽ പറ്റില്ല. മോളെ കണ്ട് എനിക്കൊരു ഉറപ്പ് മേടിക്കണം, അതാ വന്നത്. എന്താ പറയൂ അച്ഛാ? മോളെ, ബർത്ത്ഡേ ഫംഗ്ഷന് വിസ്മയുടെ പാട്ട് അറേഞ്ച് ചെയ്തിരിക്കുക വസു. അരുന്ധതി പാടാവുന്നേറ്റ് അഡ്വാൻസ് വാങ്ങിയെന്ന അവരുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. ഏത് തന്ത്രവും ഉപയോഗിച്ച് മോളെ കൊണ്ട് പാടിക്കാൻ അവർ ശ്രമിക്കും.
അവരുടെ ലക്ഷ്യം മോള് തന്നെയാ, അതുറപ്പാ. മുമ്പ് പലപ്പോഴും മോക്ക് പല അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ട്. ആ അരുന്നതിന്റെയും വിസ്മയുടെയും ചതിയപ്പെട്ട് വീണ്ടും മോള് പാടരുത്. മോളെന്താ ഒന്നും മിണ്ടാത്തെ? ഒരിക്കലും ഞാൻ വിസ്മയ്ക്ക് വേണ്ടി പാടില്ല എന്ന് അന്ന് ഞാൻ അച്ഛന് വാക്ക് തന്നതാ. പക്ഷെ വിസ്മയുടെ അവസ്ഥ കണ്ട് എൻ്റെ മനസ്സലിഞ്ഞുപോയി. മോളെ, മോളുടെ സ്വഭാവം എനിക്കറിയാം. ഒന്ന് കരഞ്ഞു കാണിച്ച അപ്പോൾ അലിയുന്ന മനസ്സാ നിന്റേത്. ഈ സ്വഭാവം വെച്ചോണ്ട് ചതിയും വഞ്ചനയും കപടതയുള്ള ഈ ലോകത്ത് ജീവിക്കാൻ പറ്റില്ല മോളെ. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, മോൾ ഇനി വിസ്മയ്ക്ക് വേണ്ടി പാടരുത്. ഇല്ല അച്ഛാ, ഞാൻ പാടില്ല. അച്ഛാ, ഫംഗ്ഷന് വിസ്മയുടെ പാട്ട് വേണ്ടാന്ന് പറയാറുന്നില്ലേ? ശ്യാമയെ കിട്ടാതെ വരുമ്പോ അവര് മറ്റാരെങ്കിലും വെച്ച് പാടിക്കും. പാടിച്ചോട്ടെ. അതിന് എനിക്ക് വേറെ ഐഡിയ ഉണ്ട്. അതാ അതിന് ഞാൻ സമ്മതിച്ചേ. എന്താ ഐഡിയ? എന്താ അച്ഛൻ ചെയ്യാൻ പോകുന്നത്? വിസ്മയ മറ്റാരെങ്കിലും വെച്ച് പാടിക്കും. അന്ന് അവിടെ വെച്ച് അമ്മയുടെയും മോളുടെയും കള്ളക്കളി നമുക്ക് പൊളിക്കണം. ആ, അത് നല്ല ഐഡിയ. പാട്ടിന്റെ പേരും പറഞ്ഞ് കുറെ നാളായി അമ്മയും മോളും ആളെ വിട്ടിയാക്കുന്നു. അപ്പോ ഞാൻ പറഞ്ഞതെല്ലാം കേട്ടല്ലോ. ഇനി നിന്റെ മനസ്സ് മാറില്ലല്ലോ മോളെ? ഇല്ല അച്ഛാ, ഞാൻ ഇനി വിസ്മയ്ക്ക് വേണ്ടി പാടില്ല, ഉറപ്പ്. ഇപ്പോഴാ എനിക്ക് സമാധാനമായത്. ഈ സമ്മതം മേടിക്കാനാ ഞാൻ നേരിട്ട് ഇങ്ങോട്ട് വന്നത്. ഇനി ശ്യാമയ്ക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റില്ല ചാ. സമാധാനമായി. അപ്പൊ ഓക്കെ, ഞാൻ പൊയ്ക്കോട്ടെ. ആ അച്ഛാ നിക്ക്, ഞാനും വരാം. എന്നെ ഒന്ന് കടലിറക്കിയാൽ മതി. ആ നന്ദി, വാ. ഇറങ്ങട്ടെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതൊക്കെയാണ് തീരുമാനങ്ങൾ. നമുക്ക് നോക്കാം. അയ്യോ അയ്യോ ശ്യാമേ, ശ്യാമേ, അയ്യോ എനിക്ക് വയ്യ. അതാരാ? ശ്യാമേ, ശ്യാമേ, അയ്യോ എനിക്ക് വയ്യേ. ശ്യാമേ, വിസ്മയുടെ ശബ്ദം പോലെ ഉണ്ടല്ലോ. ഇപ്പൊ അവളിങ്ങെത്തും. ശരിക്കും അഭിനയിച്ചാലേ പറ്റൂ. അയ്യോ അയ്യോ എനിക്ക് വയ്യേ. അയ്യോ ഓടി വായോ ശ്യാമേ, ദേഹം തളരുന്നേ. അയ്യോ വിസ്മയ, എന്താ എന്താ പറ്റിയേ? എന്താ പറ്റിയേ? എനിക്ക് വയ്യ ശ്യാമേ, എന്റെ ദേഹം തളരുന്നേ. എന്താ പറ്റിയ? നീ പറ, കാര്യം പറ. അയ്യോ എന്താ പറ്റിയേ? എന്താ വിസ്മയ? ആ സൂയിസൈഡ് അറ്റംപ്റ്റിന് ശേഷം ഇങ്ങനെയാ. ഇടയ്ക്കിടയ്ക്ക് തളർച്ചയും ബോധമില്ലാതെ വീഴും. പിന്നെ ഒന്നും അറിയില്ല. അയ്യോ, ഞാനൊന്നും അറിഞ്ഞില്ല. അയ്യോ, എനിക്ക് ദേഹം തളരുന്നേ. എനിക്ക് വെള്ളം വേണം. ഞാനിപ്പോ ചാവേ. എനിക്ക് വെള്ളം വേണം. എവിടെ ഇരിക്കെ? വെള്ളം വെള്ളം ഞാൻ ഇപ്പൊ എടുത്തിട്ട് വരാവേ. വേഗം കൊണ്ടുപോവാ. തണുത്ത വെള്ളം ഇപ്പൊ എടുക്കാം.
അതേറ്റു. ശ്യാമ ഇതില് വീണു. ഇനി ബാക്കി കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യാം. വിസ്മയ ഇപ്പൊ ഇവിടെ എന്തിനാ വന്നേ? ഓ മനസ്സിലായി, എന്നെ പാടാൻ